ആയിട്ട് എന്താ പരിപാടി? എന്റെ വ്ലോഗ് കാണുന്ന മിക്കവർക്കും മനസ്സിലാവും എനിക്ക് സൺഡേ ആണ് കേട്ടോ മിക്കതും പരിപാടികൾ ഉണ്ടാവുക. അപ്പൊ ഇന്ന് ഞങ്ങളുടെ കുട്ടന്റെ ചോറൂണിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഗുരുവായൂർ പോവാണ് കേട്ടോ. ഇവളാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇതാണ് പിന്നെ എന്റെ കുട്ടൻ. കാറിൽ കയറിയപ്പോ തന്നെ ചെക്കൻ ഭയങ്കര ഉറക്കമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. ആദ്യമായിട്ടാണ് കേട്ടോ കുട്ടി ഇത്രയും ആൾക്കാരെ ഒരുമിച്ചാണെന്ന്, അതുകൊണ്ട് തന്നെ ഭയങ്കര നിരീക്ഷണമായിരുന്നു. പിന്നെ ആ ഗ്രീൻ പൊട്ട് വലിയ മെനയില്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ആ പൊട്ടൊന്ന് മാറ്റി ഒരു ചെറിയ പൊട്ടെടുത്ത് കുത്തിയിട്ടോ. ഇതും വലിയ മെനയൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. ഇവളാണ് എൻ്റെ ചൈൽഡ്ഹുഡ് മുതലുള്ള ഫ്രണ്ട്. ഇവളെനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ അറിയാട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് 16 വർഷം ആവാൻ പോവാണ്. അതിന്റെ ഇടയിൽ എത്ര വട്ടം തല്ലുകൂടിയിട്ടുണ്ടെന്നറിയോ? അങ്ങനെ അതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ അവളുടെ കല്യാണവും കഴിഞ്ഞ് കുട്ടിയായതേ കുട്ടിയുടെ ചോറൂണുമായി. ഇവളുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടായാലും ഞാനും ഉണ്ണിയവയുടെ മെയിനാണ്. ഈ നടന്നു വരുന്നതാണ് ഞങ്ങളുടെ സന്തൂർ മമ്മി. ഞാനും ഹരിതയും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏത് സമയവും തല്ലൂട്ടായിരുന്നു. ആ സമയത്ത് എന്നെ അവളൊക്കെ പിടിച്ചു നിർത്തി പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യിപ്പിക്കുന്ന മെയിൻ ഒരു പ്രോബ്ലം സോൾവർ ആയിരുന്നു അമ്മ. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന്റെ ഇടയിൽ അളിയനും കൂടെ വന്നപ്പോ ഞാനിപ്പോ ഫ്രീ ആയിട്ടോ. ഇനിയിപ്പോ അവര് ഭാര്യയും ഭർത്താവും തമ്മിലായിക്കോളും. ഞാനിവിടെ വരുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഈ ലൈനിൽ വന്ന് ക്യൂ നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ ക്യൂ നിന്ന് കഷ്ടപ്പെട്ട നമുക്ക് അവസാനം ഗുരുവായൂർ പായസവും കിട്ടും കേട്ടോ. അങ്ങനെ ഒരു 3 ബോട്ടിലെ പായസമൊക്കെ വാങ്ങിച്ച് കുട്ടന്റെ ചോറൂണും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അമ്പലത്തിനകത്ത് ഫോണും ക്യാമറാസും ഒന്നും നമുക്ക് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ചോറൂണിന്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. പിന്നെ വേറെ വല്യമ്മയുടെ കുട്ടിയാണോ? വല്യമ്മയുടെ കുട്ടിയാണോ? വല്യമ്മയുടെ കുട്ടിയാണോ? വല്യമ്മയുടെ കുട്ടിയാണോ? ചിരിച്ച് ചിരിച്ച് കാണിച്ചു കൊടുക്കാൻ, ചിരിച്ച് ചിരിച്ച് കാണിച്ചു കൊടുക്കാൻ. അപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ ഓൾ.